എല്ലാവർക്കും മോഡേൺ കലവറയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒറട്ടിയാണ്. മൂത്തുമ്മ പറഞ്ഞു തന്ന രീതിക്ക് ഞങ്ങൾ ഉണ്ടാക്കിയ ഒറട്ടിയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും ഞങ്ങൾക്ക് ഒറട്ടി ഉണ്ടാക്കാൻ അറിയില്ലേ എന്ന്. ഞങ്ങൾക്ക് ഒറട്ടി ഉണ്ടാക്കാനൊക്കെ അറിയാം, പക്ഷേ പണ്ടത്തെ ഒരു ടേസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്നതിൽ കിട്ടാറില്ല. അപ്പോൾ മൂത്തുമ്മ എപ്പോൾ എന്തുണ്ടാക്കിയാലും നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒറട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് തേങ്ങ ഒന്ന് അടിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് പുട്ടുപൊടിയാണ്, അതായത് പുഴുക്കലരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ അറിവ് ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരിത്. അതായത് ഈ പത്തിരി പൊടിയുടെ ആ ഒരു പൊടിയിലേക്ക് ഈ പുഴുക്കലരി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും മാവ് നല്ല പെരിഞ്ഞ പോലെ. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പുഴുക്കലരിയും കൂടെ ചേർത്ത് വെക്കുക, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ മാവ് നല്ല ഡബിളായിട്ട് വരികയും ചെയ്യും. ഇപ്പോൾ ഇവിടെ തേങ്ങ ചേർത്തതിന് ശേഷം വെള്ളം ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒറട്ടിയുടെ പരുവത്തിന് കുഴച്ചെടുക്കുക. അപ്പോൾ മാവ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന ടൈമിൽ വെള്ളം കുറവാണെന്ന് തോന്നി. അങ്ങനെ ചൂട് വെള്ളമാണ് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല, ചൂട് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ദേ ഇവിടെ മാവ് അതിൻ്റെ പരുവത്തിന് കുഴച്ച് അതിന് ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങളിത് ഉണ്ടാക്കാൻ പോകുന്ന ഒറട്ടിയുടെ പലകയിലാണ്. പലക തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പലകയ്ക്ക് പകരം നമ്മളിപ്പോൾ പ്രസ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ പ്രസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പിനാക്കിയെടുക്കാം. ഞങ്ങൾ ഈ ഒറട്ടി ഫുള്ള് തയ്യാറാക്കിയത് ഈ ഒരു പലക വെച്ചിട്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ പുട്ടുപൊടിയുടെ സീക്രട്ട് അറിയാത്ത, അതായത് എന്നെപ്പോലെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് സംഭവം. ഇനി കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.